ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പാർട്ണർഷിപ്പിൽ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്, അതായത് തെറ്റാതെ ഈ ഒരു പ്രോബ്ലം എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണ് എന്നുള്ളത് ഒന്ന് പഠിക്കാം. ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ മറ്റൊരു ക്ലാസ് നേരത്തെ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നോക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് ദി പാർട്ണേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ണേഴ്സിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന ആ ഒരു ഡിവിഷൻ, ആ ഷെയറിങ് കാണിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. എക്സ്റ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചതിന് ശേഷം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് അതിൻ്റെ തുടർച്ചയായിട്ട് എക്സ്റ്റൻഷനായിട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പാർട്ണേഴ്സിന് കൊടുക്കാനുള്ള ചില ക്യാഷുകൾ, പാർട്ണേഴ്സിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ട്, അത്തരം ചില കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഒരു നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഐറ്റംസാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഐറ്റംസാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതിലൂടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, പ്രോഫിറ്റ്, ആ ഒരു പ്രോഫിറ്റിനെ നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ആദ്യത്തെ ഐറ്റമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഐറ്റമായിട്ട് നമ്മൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ഒരു പ്രോഫിറ്റിനെ ആഡ് ചെയ്യുന്ന ഐറ്റംസ്, അതായത് പ്രോഫിറ്റിൻ്റെ കൂടെ കൂട്ടേണ്ട ഐറ്റംസ് ഉണ്ട്. അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഉണ്ടെങ്കിൽ അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് നിലവിലുള്ള പ്രോഫിറ്റിനെ കൂട്ടുകയാണ്. ഇനി ഈ ഒരു പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ പ്രോഫിറ്റ് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് ടു പ്രോഫിറ്റ്, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യണം. അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ണേഴ്സിൻ്റെ സാലറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യണം. പാർട്ണേഴ്സിന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യണം. റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയാണോ അതും എഴുതണം, അല്ലേ, റിസർവ് എന്ന പേരിൽ. അപ്പോൾ നമ്മളിവിടെ പ്രോഫിറ്റാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. നമുക്ക് നെറ്റ് ലോസ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലോസ് ഫോർ ദി ഇയർ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ഫോർ ദി ഇയർ, അല്ലേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ വരുള്ളൂ, ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അല്ലേ. ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്തേക്കുക, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്തേക്കുക, അല്ലേ. അതിനുശേഷം ഇവിടെ എഴുതേണ്ട ഐറ്റങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്. ഇത് പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ലോസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അതനുസരിച്ച് ലോസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ണേഴ്സ് സാലറി, പാർട്ണേഴ്സ് കമ്മീഷൻ, റിസർവ്, ഇത്ര ഐറ്റംസൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഷെയർ ഓഫ് ലോസ് ആണ് കിട്ടുന്നതെങ്കിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ലോസ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്സിലേക്ക് നമ്മളതിനെ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലേ. ബൈ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരെയും പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഈ ലോസിനെ ട്രാൻസ്ഫർ ചെയ്യും. അത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലേക്ക് പോകും, അല്ലേ. പ്രോഫിറ്റാണ് വരുന്നതെങ്കിൽ മിക്കവാറും പ്രോഫിറ്റ് ആയിരിക്കും. ആ ഒരു പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങളിവിടെ വെച്ച് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഈ പ്രോഫിറ്റിനെ, അതായത് ഈ ഒരു അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതും, അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകിൽ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്, ഏതെങ്കിലും ഒന്ന് മാത്രമേ വരുള്ളൂ, അല്ലേ. ഈ ഒരു ഡെബിറ്റ് സൈഡാണ് കുറവെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ക്രെഡിറ്റ് സൈഡാണ് കുറവ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ, ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കുറവ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്കൊരു പ്രോബ്ലം സാധാരണ എക്സാമിന് ചോദിക്കാറുള്ള ടൈപ്പ് ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് 3 പാർട്ണേഴ്സാണുള്ളത്, കിരൺ, ഹരി ആൻഡ് തോമസ്, അല്ലേ. അപ്പോൾ അവർ പാർട്ണർഷിപ്പിലേക്ക് എൻ്റർ ചെയ്തു. അവർ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 60,000, 70,000, 80,000. അതായത് അവർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവർ ക്യാപിറ്റലായിട്ട് എമൗണ്ട് എത്രയൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ. അപ്പോൾ അത് ഓർക്കേണ്ടത്, ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എടുക്കേണ്ട ആവശ്യമില്ല. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്, അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ടാണിത്. ഇനി അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 1:2:2 ആണല്ലേ. ഇനി ഹരി ആൻഡ് തോമസ്, ഹരിക്കും തോമസിനും സാലറി പറഞ്ഞിട്ടുണ്ട്. ഹരിക്ക് 7,000-ഉം തോമസിന് 8,000-ഉമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ. ഇന്ന ഇയർ, ഈ സാലറി പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഇന്ന ഇയർ ആണോ അതോ മന്ത്ലി ആണോ എന്നുള്ളത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വർഷത്തെ സാലറിയാണ്. ഇപ്പോൾ ഈ മന്ത്ലി സാലറിയാണ് തന്നിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇന്ന മന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പെർ മന്താണ് 7,000 എന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ
നമ്മൾ ഈ 7,000-നെ 12 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് അതിനെ ഇൻ എ ഇയർ അല്ലെങ്കിൽ ഇയർലി ആക്കി മാറ്റണം. വാർഷിക സാലറിയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലും ഒപ്പം തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലൊക്കെ എഴുതേണ്ടത് വാർഷികമായിട്ടുള്ള സാലറിയാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന ഇയർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സാലറി തന്നെ മതി. മന്ത്ലി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ എമൗണ്ടിനെ 12 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നമ്മൾ ഇയർലി ആക്കണം. ദെൻ 6% ഇൻട്രസ്റ്റ് ഈസ് ടു ബി ചാർജ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഈ ക്യാപിറ്റലിൻ്റെ ഈ എമൗണ്ടിൽ മേൽ ഓരോ എമൗണ്ടിൽ മേൽ നമ്മൾ 6% കണ്ടുപിടിച്ച് അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യണം അല്ലേ. ഇപ്പോൾ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ അത്ര ഐറ്റംസൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം തന്നെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഈ ഐറ്റംസൊക്കെ എന്ത് ചെയ്യണം, അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഓർത്തിരുന്നോണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇത്തരത്തിലുള്ള പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറി, അതുപോലെ തന്നെ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത്ര ഐറ്റംസൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റാണ് കാണുന്നത്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് കണ്ടപ്പോൾ ഇപ്പോൾ അത് കണ്ടതാണല്ലേ. പക്ഷേ അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുമ്പോൾ ഈ എമൗണ്ടൊക്കെ അവർക്ക് കിട്ടാനുള്ള എമൗണ്ടാണ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് ഈ എമൗണ്ടൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് അതിൻ്റെ പോസ്റ്റിംഗ് എന്നുള്ളത് ആ സമയത്ത് മനസ്സിലാക്കുകയും ചെയ്യാം. ഇനി ഡ്യൂറിങ് ദ ഇയർ കിരൺ വിത്ഡ്രോസ്, കിരണിൻ്റെ വിഡ്രോവൽ 8,000 എന്നും ഹരിയുടെ 7,000 എന്നും തോമസിൻ്റെ 5,000 എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഡ്രോവിങ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡ്രോവിങ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡ്രോവിങ്സ് നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമേ എഴുതുകയുള്ളൂ. അതൊരിക്കലും നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കരുത്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഈ ഡ്രോവിങ്സ് കാണിക്കേണ്ടത്. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡ്രോവിങ്സ് കാണിക്കരുത്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രം കാണിക്കുക. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് അത് നമ്മൾ 2 സ്ഥലത്തും കാണിക്കും. ഈ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ അതൊക്കെ നമ്മൾ 2 സ്ഥലത്തും കാണിക്കും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് നമ്മൾ 300, 250, 200 എന്ന് പറഞ്ഞു അത് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ഒപ്പം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലും കാണിക്കും. അപ്പോൾ അത് ഏത് സൈഡിലാണ് കാണിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇനി പ്രോഫിറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റ് ഫോർ ഇയർ 2013 ബിഫോർ മേക്കിംഗ് ദ എബോവ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ബിഫോർ മേക്കിംഗ് ഏത് എബോവ് അഡ്ജസ്റ്റ്മെൻറ്റ്, മോളിൽ പറഞ്ഞിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കേണ്ടി വരുന്നത്. ആഫ്റ്റർ മേക്കിംഗ് ദ എബോവ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് നെറ്റ് പ്രോഫിറ്റ്, ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഈ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രോഫിറ്റിലേക്ക് എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു പ്രോഫിറ്റിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഫോർ മേക്കിംഗ് ദ എബോവ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ജേണൽ എൻട്രി എഴുതാൻ വേണ്ടി പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും എങ്ങനെയാണ് ഇത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് പഠിച്ചു വയ്ക്കാം. നോക്കിയേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ക്യാപിറ്റൽ വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതണം അല്ലേ. അതായത് 83,050 റുപ്പീസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അതിൽ 83,050 രൂപ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ബാലൻസാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണം, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് നോക്കുക, 300, 250, 200. അപ്പോൾ അതെല്ലാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ആണ് അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സിൻ്റെ പേര് എഴുതിയിട്ട് ഓരോരുത്തരുടെയും പേരിൽ കിരൺ, ഹരി, തോമസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എമൗണ്ട് നമ്മളിവിടെ കാണിക്കുന്നു അല്ലേ. 750 കാണിക്കുന്നു. ഇനി നമുക്ക് പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ഫേമിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കേണ്ട എമൗണ്ട്, പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ടുകളാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി തുടങ്ങിയ ഐറ്റംസ് അല്ലേ. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറി നമുക്ക് നേരിട്ട് 7,800 തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിരിക്കുന്നത് 6% എന്നാണ്. അതായത് നമ്മൾ 60,000-ൻ്റെ 6% അത് നമ്മൾ കണ്ടുപിടിച്ച് കിരണ് 3,600 വരും. ഒപ്പം തന്നെ അടുത്ത എമൗണ്ട് നമുക്ക് 70,000-ൻ്റെ 6% അല്ലേ. 70,000-ൻ്റെ 6% അത് ഹരിക്ക്, അത് നമ്മൾ കണ്ടുപിടിക്കുന്നു 4,200 അല്ലേ. അപ്പോൾ അതുപോലെ തോമസിൻ്റെയും ആ ക്യാപിറ്റലിൻ്റെ 6% 4,800 എഴുതുന്നു അല്ലേ. സാലറി നമ്മൾ 7,000, 8,000 പറഞ്ഞിരിക്കുന്ന എഴുതുന്നു. ഇവിടെ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കമ്മീഷൻ കിട്ടിയതായിട്ട് ഈ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ കമ്മീഷൻ ആരുടെ പേരിലാണ്, കമ്മീഷൻ ആർക്കാണോ കൊടുക്കുന്നത് അയാളുടെ പേരൂടെ എഴുതിയിട്ട് കമ്മീഷൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കുമായിരുന്നു അല്ലേ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അതുകൂടെ വരാം, അതുകൊണ്ട് നമുക്കൊന്ന് പ്രതീക്ഷിച്ചിരിക്കണം.
ഇനി നമുക്ക് ഈ ഒരു അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ 83,800 കിട്ടും. ബാക്കിയുള്ള ഇവിടെ വന്നിരിക്കുന്ന 2 ഐറ്റംസ് കൂട്ടി നോക്കുക. ഈ 83,800 ചെറിയ തുകയായിരിക്കും. 83,800 മൈനസ് ഈ ഒരു ടോട്ടൽ കുറയ്ക്കുമ്പോൾ നമുക്ക് 56,200 കിട്ടും അല്ലേ. അങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. ഈ 56,200 നമ്മൾ 1:2:2 ഡിവൈഡ് ചെയ്യണം അല്ലേ. 56,200 ഇൻറ്റു ആദ്യത്തെ ആൾക്ക് 1/5 അല്ലേ. 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 2 + 2 അല്ലേ. അതാണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ആൾക്ക് 1/5 കിട്ടുക. 56,200 ഇൻറ്റു 1/5 11,240. രണ്ടാമത്തെ ആൾക്കും മൂന്നാമത്തെ ആൾക്കും 2/5 കിട്ടുന്നത് അല്ലേ 56,200. അപ്പോൾ 22,480 വെച്ച് വരും അല്ലേ. ഇപ്പോൾ നമ്മളിത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പൂർത്തിയാക്കി. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് മാത്രം വരയ്ക്കാനായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ അത് കൂടുതൽ മാർക്കിൻ്റെയൊക്കെ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് പുറമെ ക്യാപിറ്റൽ അക്കൗണ്ടോടെ വരയ്ക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രോഫിറ്റിനെ നമ്മൾ കിരൺസ് ക്യാപിറ്റൽ, ഹരീസ് ക്യാപിറ്റൽ, തോമസ് ക്യാപിറ്റൽ അല്ലേ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എമൗണ്ട് കാണും അല്ലേ. നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം വരയ്ക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റലിൻ്റെ എമൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് 60,000, 70,000, 80,000 ക്യാപിറ്റൽ കൊണ്ടുവന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ ഒരു ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ വരുമ്പോൾ ഓർക്കുക, ഇവിടെ ഇൻട്രസ്റ്റ്, സാലറിയൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ ചെയ്തത്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ആ എമൗണ്ട് എഴുതണം. അതേ എമൗണ്ട് തന്നെയാണ് എഴുതേണ്ടത്. എഴുതുമ്പോൾ എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് അല്ലേ. ആ ഒരു മാറ്റം നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മറന്നു പോകില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഇൻട്രസ്റ്റ്, സാലറി തുടങ്ങിയ ഐറ്റംസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഐറ്റംസ്, കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. എമൗണ്ടിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. നമുക്ക് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന കുറച്ച് മുമ്പ് കണ്ടുപിടിച്ച ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ എമൗണ്ട് അല്ലേ, ബാലൻസ് എമൗണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു എമൗണ്ട് കണ്ടോ, 56,200 ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എമൗണ്ട് കാണിക്കണം അല്ലേ. 11,240, 22,480, 22,480. അതിനുശേഷം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ട പ്രധാനപ്പെട്ട ഐറ്റം എന്താണ്? പിന്നെ നമ്മൾ കാണിക്കേണ്ടത് ഡ്രോവിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സും ആണല്ലേ. ഓർക്കുക, ഈ ഡ്രോവിങ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിച്ചില്ല അല്ലേ. അത് കാണിക്കേണ്ട ആവശ്യമില്ല. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡ്രോവിങ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. 8,000, 7,000, 5,000 അല്ലേ. അപ്പോൾ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന 300, 250, 200 എഴുതി കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതേണ്ട എല്ലാ ഐറ്റംസായി. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്താൽ മതി അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഓരോരുത്തരും കിരണിൻ്റെ അക്കൗണ്ട്, ഹരിയുടെ അക്കൗണ്ട്, അങ്ങനെ ഓരോന്നായിട്ട് ബാലൻസ് ചെയ്യുക അല്ലേ. ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്ത് കൊടുക്കുമ്പോൾ 74,840 കിട്ടും. ഇതാണ് ഡെബിറ്റ് ടോട്ടലിനേക്കാളും കൂടുതൽ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെബിറ്റ് ടോട്ടൽ 8,300 ഡെബിറ്റ് ടോട്ടൽ വരുന്നുള്ളൂ. അതിൽ നിന്ന് 74,840 നിന്ന് ഈ ഡെബിറ്റ് ടോട്ടൽ കുറയ്ക്കുമ്പോൾ നമുക്ക് ബാലൻസ് CD, ഇതാണ് ഇപ്പോഴുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് കിരണ് 66,540. അതുപോലെ തന്നെ ഹരിയുടെ ബാലൻസ് ചെയ്യുമ്പോൾ 96,430, തോമസിൻ്റെ ബാലൻസ് ചെയ്യുമ്പോൾ 11,080 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുള്ള എല്ലാവരും തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഏത് ക്ലാസ്സാണ് വേണ്ടതെന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് മനസ്സിലാവും, അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്